കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റ അഭ്യൂഹങ്ങൾ തള്ളുകയാണ് ജോസ് കെ മാണി. എന്നെ ഓർത്ത് കരയേണ്ട എന്ന ബൈബിൾ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് ജോസ് ഇടതുമുന്നണിയിൽ തന്നെ തുടരുമെന്ന നിലപാടെടുക്കുന്നത്. അതേസമയം പാർട്ടിക്കുള്ളിൽ മുന്നണി മാറ്റത്തിന്റെ ആവശ്യം ഉയരുന്നുവെന്ന സൂചനയും ജോസ് കെ മാണി നൽകിയിട്ടുണ്ട്. ജെറുസലത്തിലെ സഹോദരിമാരെ, എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വിപുലിക്കും. അപ്പോൾ ഞങ്ങളെ ഓർത്ത് ആരും കരയണ്ട. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അതിനകത്ത് കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ഭരണം ഉണ്ടാവും എന്നുള്ളതിന് വളരെ വ്യക്തമാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വിസ്മയമാകാൻ ജോസ് കെ മാണിയില്ല. സീറ്റ് വിഭജനത്തിൽ മുന്നണിക്കുള്ളിലെ അതൃപ്തി പരസ്യമാക്കിയെങ്കിലും ഇടതുമുന്നണി വിടില്ല. ഞങ്ങളെ പുറത്താക്കുക, UDF പുറത്താക്കുകയോ ചെയ്തത്. പുറത്താക്കിയതിന് ശേഷം ഞങ്ങൾ ഇടതുപക്ഷത്തിനോടൊപ്പം ഒരു നിലപാടെടുക്കും. ആ നിലപാട് ഉറച്ചതാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു ഞങ്ങൾ ഹാപ്പിയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന LDF സമരത്തിൽ ജോസ് കെ മാണി പങ്കെടുത്തിരുന്നില്ല. അതിനെ ന്യായീകരിച്ച ജോസ് കെ മാണി സോണിയാഗാന്ധിയുമായി നടത്തിയ ആശയവിനിമയത്തെക്കുറിച്ച് വ്യക്തമായ മറുപടി നൽകിയില്ല. അല്ല, അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. അതല്ലേ വാർത്ത വന്നത് നിങ്ങളിൽ നിന്നാ വന്നത്, നിങ്ങൾ പറ. റോഷി അഗസ്റ്റിനുമായി അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന വാർത്തകൾക്കും പാർട്ടി ചെയർമാന്റെ അധികാരം പരോക്ഷമായി വ്യക്തമാക്കി മറുപടി. വ്യത്യസ്ത അഭിപ്രായം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് വ്യത്യാസ അഭിപ്രായം ഇല്ലാത്തത്? പാർട്ടി ഒരു തീരുമാനമെടുത്ത എല്ലാ 5 MLA-മാരും എല്ലാവരും അതിന്റെ കൂടെ നിൽക്കുക. ഒരു കുഴപ്പമില്ല. ഇന്ന് രാവിലെയും സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അദ്ദേഹം ഇവിടെ ഉണ്ട് താനും, കോട്ടയത്തുണ്ട് താനും. ഞങ്ങൾ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സംസാരം പുള്ളി സംസാരിക്കുന്ന മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രാധാന്യത്തെ നിർണ്ണയിക്കുന്നതായിരുന്നു ജോസ് കെ മാണിയുടെ നീക്കം. മുന്നണിയിൽ ഇതേ നിലപാട് മറ്റു ഘടകകക്ഷികളും ഉയർത്തിയാൽ CPM-ന് ഇത് വൻ പ്രതിസന്ധിയാകും. കയ്യിലിരുന്ന രാജ്യസഭാ സീറ്റ് പോലും നൽകിയാണ് CPM കേരള കോൺഗ്രസ് എമ്മിനെ ചേർത്തു നിർത്തിയത്. മുന്നണിക്കുള്ളിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയരുമ്പോഴും CPI-യെ പോലും അവഗണിച്ച് കേരള കോൺഗ്രസ് എമ്മിനെ CPM ചേർത്തു നിർത്തിയിട്ടുണ്ട്. ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യാത്ര തീരുമാനിച്ചപ്പോഴും കേരള കോൺഗ്രസ് എമ്മിന് ജോസ് കെ മാണിക്ക് അർഹിച്ച പ്രാധാന്യം നൽകുകയും ചെയ്തു. അതിനെല്ലാം ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിക്കുള്ളിൽ ഹാപ്പിയാക്കി നിർത്തണം. എന്നാൽ കേരള കോൺഗ്രസ് എമ്മിലെ ചില നേതാക്കൾക്കെങ്കിലും ഇടതുമുന്നണിയിൽ തുടരുന്നതിൽ അത്ര ഹാപ്പിനെസ് പോരാ. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.